Okay, good morning students. നമ്മൾ ഇന്ന് പറയുന്നത് വിസിൽ ബ്ലോയിങ് ലെജിസ്ലേഷൻസ് അക്രോസ് ദ കൺട്രി എന്നുള്ള ഭാഗത്തെക്കുറിച്ചാണ്. വിസിൽ ബ്ലോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഡിഫൈൻ ചെയ്ത പ്രകാരം ഫോർമർ എംപ്ലോയീസോ അല്ലെങ്കിൽ നിലവിലുള്ള എംപ്ലോയീസോ സ്ഥാപനത്തിലുള്ള എംപ്ലോയേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അവരുടെ മിസ്ബിഹേവിയറിനെ സംബന്ധിച്ചോ റിപ്പോർട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ വിസിൽ ബ്ലോയിങ് എന്ന് പറയുന്നത്. വിസിൽ ബ്ലോയിങ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് former employees or the existing employees of an organization provides report to the misbehavior, misconduct, illegal, unethical practices etc. done by employer. അതിനെയാണ് നമ്മൾ വിസിൽ ബ്ലോയിങ് എന്ന് പറയാം. വിസിൽ ബ്ലോയിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് അതുപോലെ തന്നെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിസിൽ ബ്ലോയിങ് എന്താണെന്നും അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് വിസിൽ ബ്ലോയിങ് ലെജിസ്ലേഷൻസ് അക്രോസ് ദ കൺട്രി. വിസിൽ ബ്ലോയിങ് ലെജിസ്ലേഷൻസിനെ കുറിച്ച് പല വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള വിസിൽ ബ്ലോയിങ് ലെജിസ്ലേഷൻസ് അല്ലെങ്കിൽ അതിലെ വിസിൽ ബ്ലോയിങ് നടപടിക്രമങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് OECD ഗൈഡ് ലൈൻസ് ഓൺ വിസിൽ ബ്ലോയിങ്. സെക്കൻഡ് വൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗൈഡ് ലൈൻസ്, യുണൈറ്റഡ് കിങ്ഡം, റഷ്യ, യൂറോപ്യൻ യൂണിയൻ, ചൈന, ഓസ്ട്രേലിയ, ബ്രസീൽ എന്നീ രാഷ്ട്രങ്ങളിലുള്ള വിസിൽ ബ്ലോയിങ് ലെജിസ്ലേഷൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ OECD ഗൈഡ് ലൈൻസ് ഓൺ വിസിൽ ബ്ലോയിങ്. വിസിൽ ബ്ലോയിങ്ങിലെ OECD ഗൈഡ് ലൈൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. OECD Organization for Economic Cooperation and Development is an international organization of 34 countries founded in 1961 to stimulate economic progress and world trade. വേൾഡ് ട്രേഡിനെയും ഇക്കണോമിക് പ്രോഗ്രസിനെയും സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി 1961 34 രാഷ്ട്രങ്ങൾ കൂടി ചേർന്നിട്ടുള്ള ഒരു എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ് OECD എന്ന് പറയുന്നത്. സോ OECD എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. അതിൻ്റെ ഫുൾ ഫോമാണ് OECD എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. അതിൽ 34 രാഷ്ട്രങ്ങൾ കൂടി ചേർന്നിട്ട് 1961 എക്കണോമിക് പ്രോഗ്രസ്സും വേൾഡ് ട്രേഡും സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള ഒരു സിസ്റ്റമാണിത്. ഇന്ത്യ ഈസ് നോൺ മെമ്പർ കൺട്രി ഓഫ് OECD. OECDയിലെ നോൺ മെമ്പർ കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. The OECD principle of corporate governance were developed with a view to assist OECD and non-OECD governments in their efforts to evaluate and improve the legal, institutional and regulatory framework for corporate governance in their countries and to provide guidance and suggestions. അതായത് കോർപ്പറേറ്റ് ഗവേണൻസിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ OECD പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് നോൺ മെമ്പർ കൺട്രികൾക്കും മെമ്പർ കൺട്രികളുടെയും കോർപ്പറേറ്റ് ഗവേണൻസ് സിസ്റ്റത്തിനെ ലീഗലായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ഫ്രെയിംവർക്ക് ഡെവലപ്പ് ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഗൈഡൻസും സജഷൻസും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രാഷ്ട്രങ്ങളിൽ വിസിൽ ബ്ലോയിങ് എന്നുള്ള സിസ്റ്റം ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ OECD ഗൈഡ് ലൈൻസിൻ്റെ പ്രകാരം വിസിൽ ബ്ലോയിങ് എന്നുള്ളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ OECD എന്ന് പറഞ്ഞാൽ എന്താണ്? OECD എന്ന് പറഞ്ഞാൽ ഇക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ്. ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് ആ വാക്കിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതൊരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഓർഗനൈസേഷനാണ്. അതിൽ 34 രാഷ്ട്രങ്ങൾ 1961 സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഇക്കണോമിക് പ്രോഗ്രസിനെയും വേൾഡ് ട്രേഡിനെയും സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. ഇന്ത്യ എന്നുള്ളത് അതിലൊരു നോൺ മെമ്പർ കൺട്രിയാണ്. ഈ OECD പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഗവേണൻസിന് വേണ്ടി ഡെവലപ്പ് ചെയ്തതാണ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, OECD അസിസ്റ്റ് ചെയ്തിട്ടുള്ള മെമ്പർ കൺട്രികളും അതുപോലെ തന്നെ നോൺ OECD ഗവൺമെൻറ്റ്സും അവരുടെ എഫേർട്ടുകളും അതുപോലെ തന്നെ ലീഗൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്കും കോർപ്പറേറ്റ് ഗവേണൻസിന് വേണ്ടിയിട്ട് വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ ഡെവലപ്പ് ചെയ്യുകയും അതിന് വേണ്ട ഗൈഡൻസും സജഷൻസും വിസിൽ ബ്ലോയിങ്ങും പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അമേരിക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ വിസിൽ ബ്ലോവേഴ്സ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർ പ്രൊട്ടക്റ്റഡ് അണ്ടർ സെവറൽ സ്റ്റാറ്റ്യൂട്ട്സ് അറ്റ് ബോത്ത് ദ ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ. അമേരിക്കയിലെ വിസിൽ ബ്ലോവേഴ്സിന് വ്യത്യസ്ത രീതിയിലുള്ള സ്റ്റാറ്റ്യൂട്ട്സിന് ഭാഗമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ഫെഡറൽ ലെവലായിട്ട്, അതായത് ഭരണഘടനാ ലെവലായിട്ടും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലായിട്ടും പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1989. 1989 പാസ്സാക്കിയിട്ടുള്ള വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻ ആക്ട്. എൻഹാൻസ്മെൻറ്റ് ആക്ട് ഓഫ് 2012. 2012 ഡെവലപ്പ് ചെയ്തിട്ടുള്ള എൻഹാൻസ്മെൻറ്റ് ആക്ട്. സർബൈൻസ് ഓക്സ്ലി ആക്ട്. അതുപോലെ തന്നെ വാൾ സ്ട്രീറ്റ് റിഫോം ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഡിഫൻഡ് ട്രേഡ് സീക്രട്ട് ആക്ട്. ഒക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ആക്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയും ആക്റ്റുകളാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വിസിൽ ബ്ലോവേഴ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഫെഡറൽ ആയിട്ടുള്ള സ്റ്റേറ്റ് ലെവലായിട്ടുള്ള സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത് ഇത്രയും ആക്റ്റുകളാണ്.
ഇപ്പോൾ വിസിൽ ബ്ലോവേഴ്സ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർ പ്രൊട്ടക്റ്റഡ് അണ്ടർ സെവറൽ സ്റ്റാറ്റ്യൂട്ട്സ് അറ്റ് ബോത്ത് ദ ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ. ഫെഡറൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും സെവറൽ സ്റ്റാറ്റ്യൂട്ട്സിൻ്റെ ഭാഗമായിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള വിസിൽ ബ്ലോവേഴ്സ് എന്നുള്ളത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആക്റ്റുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1989, എൻഹാൻസ്മെൻറ്റ് ആക്ട് ഓഫ് 2012, സർബൈൻസ് ഓക്സിലി ആക്ട്, വാൾ സ്ട്രീറ്റ് റിഫോം ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഡിഫൻഡ് ട്രേഡ് സീക്രട്ട് ആക്ട്, ഒക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ആക്ട്. നെക്സ്റ്റ് യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ ഇംഗ്ലണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്പെസിഫിക്കലി ആർ റെഗുലേറ്റഡ് അണ്ടർ ദ UK's അക്കൗണ്ടബിലിറ്റി ആൻഡ് വിസിൽ ബ്ലോയിങ് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് 2015. 2015 UK വന്നിട്ടുള്ള ചില ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിസിൽ ബ്ലോയിങ്ങിന് വേണ്ടിയിട്ട് 2015 ചില ഇൻസ്ട്രുമെൻറ്റുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ടു ബി പ്രൊട്ടക്റ്റഡ് ഡിസ്ക്ലോഷേഴ്സ് മസ്റ്റ് ബി മെയ്ഡ് ബൈ എ പ്രൊട്ടക്റ്റഡ് വർക്കർ സച്ച് ആസ് എൻ ഏജൻസി വർക്കർ. പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ക്ലോഷേഴ്സ് എന്നുള്ളത് മെയ്ഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊട്ടക്റ്റഡ് വർക്കറൊക്കെ, അതായത് ഏജൻസി വർക്കറോ ഫ്രീലാൻസ് വർക്കറോ കറൻറ്റ് ഓർ ഫോർമർ എംപ്ലോയിയോ ഹോം വർക്കറോ കോൺട്രാക്ടറോ അല്ലെങ്കിൽ ഒരു ട്രെയിനിയോ ആൻഡ് മസ്റ്റ് ആൾസോ ബി മെയ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത് ടു ദ എംപ്ലോയർ ഓർ അനദർ റെസ്പോൺസിബിൾ പാർട്ടി. അതായത് ഓർഗനൈസേഷനിൽ വിസിൽ ബ്ലോയിങ് നടപ്പിലാക്കാൻ വേണ്ടി ഒരു പ്രൊട്ടക്റ്റഡ് വർക്കേഴ്സിനെയും അതുപോലെ തന്നെ ഏജൻസി വർക്കേഴ്സിനെയും ഫ്രീലാൻസ് വർക്കേഴ്സിനെയും കറൻറ്റ് ഓർ ഫോർമർ എംപ്ലോയിക്കോ ഒരു ഹോം വർക്കർക്കോ ഒരു കോൺട്രാക്ടർക്കോ ഒരു ട്രെയിനിക്കോ എംപ്ലോയറുടെ മുഖാന്തരം അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിൾ പാർട്ടിക്കോ എന്ത് ചെയ്യാം, ഗുഡ് ഫെയ്ത്തിൽ യുണൈറ്റഡ് കിങ്ഡത്തിൽ എന്ത് നടപ്പിലാക്കാം, വിസിൽ ബ്ലോയിങ് ആക്ടിവിറ്റി നടപ്പിലാക്കാം. അപ്പോൾ ഏതൊരു പ്രൊട്ടക്റ്റഡ് വർക്കർ എന്നുള്ള കോൺസെപ്റ്റ് എവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, യുണൈറ്റഡ് കിങ്ഡത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ പ്രൊട്ടക്റ്റഡ് വർക്കർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പ്രൊട്ടക്റ്റഡ് വർക്കറിൽ ആരൊക്കെ വരുന്നുണ്ട്, ഏജൻസി വർക്കർ വരുന്നുണ്ട്, ഫ്രീലാൻസ് വർക്കർ വരുന്നുണ്ട്, കറൻറ്റ് ഓർ ഫോർമർ എംപ്ലോയി വരുന്നുണ്ട്, ഒരു ഹോം വർക്കർ വരുന്നുണ്ട്, കോൺട്രാക്ടർ ഓർ ട്രെയിനി വരുന്നുണ്ട്, അതുപോലെ തന്നെ എംപ്ലോയറോ അതുപോലെ തന്നെ മറ്റേതെങ്കിലും റെസ്പോൺസിബിൾ പാർട്ടിയായിട്ടോ ഗുഡ് ഫെയ്ത്തിലുള്ള ഇത്തരത്തിലുള്ള ആളുകളെല്ലാം പ്രൊട്ടക്റ്റഡ് വർക്കർ എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവർക്കെല്ലാവർക്കും എംപ്ലോയറിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന നെഗറ്റീവായ ആക്ടിവിറ്റി കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ വിസിൽ ബ്ലോയിങ് ചെയ്യാനുള്ള ഒരു നിയമം 2015 ഇംഗ്ലണ്ടിലെ എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും റെഗുലേറ്റ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് റഷ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദർ ഈസ് നോ സ്പെസിഫിക് വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻ ലെജിസ്ലേഷൻ ഇൻ റഷ്യയിൽ സ്പെസിഫിക് ആയിട്ടുള്ള വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻ ലെജിസ്ലേഷൻ ഇല്ല. ഹവർ ദർ ആർ എ നമ്പർ ഓഫ് ലോസ് കണ്ടെയ്നിങ് റെലവൻറ്റ് പ്രൊവിഷൻ ഇൻക്ലൂഡിംഗ് ഫെഡറൽ ലോ ഓഫ് 2008, 2008 ഫെഡറൽ ലോ ഓഫ് 2004, 2004 ഫെഡറൽ ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ 1993, 1993 കോൺസ്റ്റിറ്റ്യൂഷൻ, ക്രിമിനൽ കോഡ് 1996, 1996 ക്രിമിനൽ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 2001, 2001 വന്നിട്ടുള്ള ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. ഇത്രയും കാര്യങ്ങളാണ് റഷ്യയിലെ സ്പെസിഫിക് ആയിട്ടുള്ള വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റഷ്യയിൽ സ്പെസിഫിക് ആയിട്ടുള്ള വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻ ലെജിസ്ലേഷൻ വന്നിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും അവിടെ എന്തുണ്ട്, നമ്പർ ഓഫ് ലോസ് കണ്ടെയ്നിങ് റെലവൻറ്റ് പ്രൊവിഷൻസ് അടങ്ങിയിട്ടുള്ള ചില ലോസ് അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെ വരുന്നത്, ഒന്ന് ഫെഡറൽ ലോ ഓഫ് 2008, 2008 ഫെഡറൽ ലോ, 2004 ഫെഡറൽ ലോ, 1993 കോൺസ്റ്റിറ്റ്യൂഷൻ, ക്രിമിനൽ കോഡ് 1996, 1996 ക്രിമിനൽ കോഡ്, അതുപോലെ തന്നെ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 2001, 2001 കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ എന്നിവയാണ് സ്പെസിഫിക് ആയിട്ടുള്ള വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻ ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞിട്ട് റഷ്യയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് പറയുന്നത് യൂറോപ്യൻ യൂണിയനെ പറ്റിയാണ് അടുത്ത് പറയുന്നത്. യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ യൂറോപ്യൻ യൂണിയൻ വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന്, എസ്റ്റാബ്ലിഷ് എ സേഫ് റിപ്പോർട്ടിംഗ് മെക്കാനിസം, ഒരു സേഫ് റിപ്പോർട്ടിംഗ് മെക്കാനിസം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പ്രൊട്ടക്ട് വിസിൽ ബ്ലോവേഴ്സ് അഗൈൻസ്റ്റ് റീടാലിയേഷൻ, മാൻഡേറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, അവർക്ക് എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിംഗ് ചാനൽ, ക്ലിയർ ആയതും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് ചാനൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എ 3-tier ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആൻ ഒബ്ലിഗേഷൻ ടു റെസ്പോണ്ട് വിത്തിൻ 3 months, 3 മാസത്തിനുള്ളിൽ അവർ നൽകിയ പരാതിക്കുള്ള റെസ്പോൺസ് ലഭിക്കാനുള്ള ഒരു ഒബ്ലിഗേഷനും യൂറോപ്യൻ യൂണിയനിൽ ഡെവലപ്പാക്കിയിട്ടുണ്ട്. പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് റീടാലിയേഷൻ, ഇത്രയും കാര്യങ്ങളാണ് യൂറോപ്യൻ യൂണിയനിൽ ഡെവലപ്പ് ചെയ്തത്.
റീറ്റാലിയേഷൻ എന്ന് പറഞ്ഞാൽ എംപ്ലോയറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള അടിച്ചമർത്തലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യലാണ് അതിൽ നിന്നും മോചനം ലഭിക്കലാണ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ റീറ്റാലിയേഷനിൽ നിന്നും സംരക്ഷണം കിട്ടാനുള്ള അവകാശം ആർക്കുണ്ട്? എംപ്ലോയിക്ക് ഉണ്ട്. അപ്പോൾ എംപ്ലോയറുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണികളാകാം, ഫ്രോഡാകാം, ചതിപ്രയോഗങ്ങളാകാം, അതുപോലെ തന്നെ സമ്മർദ്ദമാകാം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടാനുള്ള അവകാശവും യൂറോപ്യൻ യൂണിയനിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സേഫ് റിപ്പോർട്ടിംഗ് മെക്കാനിസമുണ്ട്, വിസിൽ ബ്ലോവേഴ്സ് അഗേൻസ്റ്റ് റീറ്റാലിയേഷൻ, മാൻഡേറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, ക്ലിയർ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിംഗ് ചാനൽസ്, 3-tier ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഒബ്ലിഗേഷൻ ടു റെസ്പോണ്ട് വിത്തിൻ 3 months, പ്രൊട്ടക്ഷൻ അഗേൻസ്റ്റ് റീറ്റാലിയേഷൻ. അടുത്ത് പറയുന്നത് ചൈനയാണ്. ചൈനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചൈന ഹാസ് എനാക്റ്റഡ് എക്സ്ട്രീംലി സ്ട്രോങ് ആൻഡ് കോംപ്രിഹെൻസീവ് വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻ ലോസ്. China's regulation on labor scrutiny supervision 2004 gives whistleblowers the right to report any act that breaches a law, regulation or decree. It also requires that reports be kept confidential, that whistleblowers are not retaliated against, and even in some cases that they are compensated for their information. ചൈനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചൈന ഹാസ് എനാക്റ്റഡ് എക്സ്ട്രീംലി സ്ട്രോങ് ആൻഡ് കോംപ്രിഹെൻസീവ് വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻ ലോസ്. ചൈനയിലാണ് ഏറ്റവും കോംപ്രിഹെൻസീവ് ആയതും അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻ ലോസ് എനാക്ട് ചെയ്തിരിക്കുന്നത്. ചൈനയുടെ റെഗുലേഷൻ ഓൺ ലേബർ സെക്യൂരിറ്റി സൂപ്പർവിഷൻ 2004 2004 ഡെവലപ്പ് ചെയ്തിട്ടുള്ള റെഗുലേഷൻ ഓൺ ലേബർ സെക്യൂരിറ്റി സൂപ്പർവിഷൻ എന്നുള്ളത് വിസിൽ ബ്ലോവേഴ്സിനെ സംബന്ധിച്ചും അവരുടെ റൈറ്റ് ടു റിപ്പോർട്ട് എനി ആക്ട് ദാറ്റ് ബ്രീച്ചസ് എ ലോ, നിയമലംഘനം എവിടെ കണ്ടു കഴിഞ്ഞാലും അല്ലെങ്കിൽ ബ്രീച്ച് ചെയ്ത് കണ്ടു കഴിഞ്ഞാലും അതിനെ റിപ്പോർട്ട് ചെയ്യാനുള്ള റൈറ്റ് 2004 ഈ ആക്ട് പ്രകാരം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. റെഗുലേഷൻ ഓർ ഡിഗ്രി. അതുപോലെ തന്നെ ഇറ്റ് ആൾസോ റിക്വയർസ് ദാറ്റ് റിപ്പോർട്ട്സ് ബി കെപ്റ്റ് കോൺഫിഡൻഷ്യൽ, റിപ്പോർട്ടുകളെല്ലാം കോൺഫിഡൻഷ്യലായിട്ട് കെപ്റ്റ് ചെയ്യുകയും വിസിൽ ബ്ലോവേഴ്സ് ആർ നോട്ട് റീറ്റാലിയേറ്റഡ് അഗേൻസ്റ്റ്, അവർക്കെതിരെ സമ്മർദ്ദമോ അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്യപ്പെടുകയോ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവരുത്. ആൻഡ് ഇൻ സം കേസസ് ദാറ്റ് ദേ ആർ കോമ്പൻസേറ്റഡ് ഫോർ ദെയർ ഇൻഫർമേഷൻസ്, ചില കേസുകളിൽ അവരെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്തതിന് കോമ്പൻസേഷൻസും അവർക്ക് നൽകാറുണ്ട്. അപ്പോൾ ഇതാണ് ചൈനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചൈനയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചൈന ഹാസ് എനാക്റ്റഡ് എക്സ്ട്രീംലി സ്ട്രോങ് ആൻഡ് കോംപ്രിഹെൻസീവ് വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻ ലോസ്. ചൈനാസ് റെഗുലേഷൻ ഓൺ ലേബർ സെക്യൂരിറ്റി സൂപ്പർവിഷൻ 2004 gives whistleblowers the right to report any act that breaches a law, regulation or decree. It also requires that reports be kept confidential, that whistleblowers are not retaliated against, and even in some cases that they are compensated for their information. നെക്സ്റ്റ് പറയുന്നത് ആസ്ട്രേലിയയാണ്. ആസ്ട്രേലിയയുടെ വിസിൽ ബ്ലോവർ സിസ്റ്റം എങ്ങനെയെന്ന് നോക്കാം. In the public sector, the Public Interest Disclosure Act 2013 offers whistleblower protection to federal employees. ആസ്ട്രേലിയയെ സംബന്ധിച്ചാൽ ആസ്ട്രേലിയയിലെ പബ്ലിക് സെക്ടറിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ഡിസ്ക്ലോഷർ ആക്ട് 2013 വന്നിട്ടുള്ള പബ്ലിക് ഇൻട്രസ്റ്റ് ഡിസ്ക്ലോഷർ ആക്ട് എന്നുള്ള ആക്ട് പ്രകാരം ഫെഡറൽ എംപ്ലോയീസിന്, അതായത് പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഫെഡറൽ എംപ്ലോയീസിന് വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈച്ച് സ്റ്റേറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻ ലോസ് ഫോർ പബ്ലിക് എംപ്ലോയീസ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പബ്ലിക് എംപ്ലോയീസിന് വേണ്ടിയിട്ട് വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഓസ്ട്രേലിയയിലെ ഓരോ സ്റ്റേറ്റിലും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇൻ ദ പ്രൈവറ്റ് സെക്ടർ, കോർപ്പറേഷൻസ് ആക്ട് 2001 പ്രൊട്ടക്ട് കറൻറ്റ് എംപ്ലോയീസ്, officers, contractors and suppliers of private companies who disclose relevant information to the Australian Security Information Commission. അതായത് ഇൻ ദ പ്രൈവറ്റ് സെക്ടറിൽ കോർപ്പറേഷൻസ് ആക്ട് 2001 ഡെവലപ്പ് ചെയ്തിട്ടുള്ള കോർപ്പറേഷൻ ആക്ട് പ്രകാരം കറൻറ്റ് എംപ്ലോയീസിനെയും ഓഫീസേഴ്സിനെയും കോൺട്രാക്ടേഴ്സിനെയും പ്രൈവറ്റ് കമ്പനിയിലെ സപ്ലയേഴ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും അവരുടെ റെലവൻറ്റ് ഇൻഫർമേഷൻസ് ASICയിലേക്ക് ഡിസ്ക്ലോസ് ചെയ്യാനുമുള്ള ഒരു രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ആസ്ട്രേലിയയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ആസ്ട്രേലിയയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആസ്ട്രേലിയയിലെ പബ്ലിക് സെക്ടർ ആൻഡ് പ്രൈവറ്റ് സെക്ടർ രണ്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പബ്ലിക് സെക്ടറിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ഡിസ്ക്ലോഷർ ആക്ട് 2013 എന്ന ആക്ട് പ്രകാരം ഫെഡറൽ എംപ്ലോയീസിന്, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസിന് വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻ ലോസ് നടപ്പിലാക്കാൻ വേണ്ടി ഓരോ സ്റ്റേറ്റിലും പബ്ലിക് എംപ്ലോയീസിന് വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻ ലോസ് സെപ്പറേറ്റ് ആയിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ 2001 കോർപ്പറേഷൻസ് ആക്ട് പ്രകാരം കറൻറ്റ് എംപ്ലോയീസിനെയും ഓഫീസേഴ്സിനെയും കോൺട്രാക്ടേഴ്സിനെയും പ്രൈവറ്റ് കമ്പനി സപ്ലയേഴ്സിനെയും റെലവൻറ്റ് ഇൻഫർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യുക വേണ്ടി ASICയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, അവരുടെ റെലവൻറ്റ് ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് ബ്രസീലാണ് പറയുന്നത്.
ഏറ്റവും ലാസ്റ്റ് പറയുന്നതാണ് ബ്രസീൽ. വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻ ഇൻ ബ്രസീൽ ഹാസ് ലോങ് ബീൻ pieced together with the general provisions from the constitution and other laws. Brazil's federal constitution of 1988, for example, protects the personal data of Brazilian citizens. This means that personal data of whistleblower is protected under the constitution as long as they are a citizen of the country of Brazil. ബ്രസീലിനെ പറ്റി പറയുകയാണെങ്കിൽ ബ്രസീലിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനും മറ്റ് ലോസിനും വേണ്ടിയിട്ടുള്ള ജനറൽ പ്രൊവിഷൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻ ഇൻ ബ്രസീൽ ഹാസ് ലോങ് ബീൻ pieced together with the general provisions from the constitution and other law. കോൺസ്റ്റിറ്റ്യൂഷനിലും മറ്റ് ലോസിനും ജനറൽ പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബ്രസീലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബ്രസീൽസിൻ്റെ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് 1988 1988 വന്നിട്ടുള്ള ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ബ്രസീലിയൻ സിറ്റിസൻസിൻ്റെ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ദിസ് മീൻസ് ദാറ്റ് പേഴ്സണൽ ഡേറ്റ ഓഫ് എ വിസിൽ ബ്ലോവർ ഈസ് പ്രൊട്ടക്റ്റഡ് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നിയമപ്രകാരം ഓരോ വിസിൽ ബ്ലോവറുടെയും പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുകയും അത് ഹൈഡ് ചെയ്ത് വെക്കുകയും വേണം. ആസ് ലോങ് ആസ് ദേ ആർ ദ സിറ്റിസൺ ഓഫ് ദ കൺട്രി ഓഫ് ബ്രസീൽ. ബ്രസീൽ എന്നുള്ള രാഷ്ട്രത്തിലെ സിറ്റിസൺ ആയിരിക്കുന്ന കാലത്തോളം ആ വ്യക്തിയുടെ പേഴ്സണൽ ഡേറ്റ, അതായത് വിസിൽ ബ്ലോവറായ വ്യക്തിയുടെ പേഴ്സണൽ ഡേറ്റ മറ്റ് വ്യക്തികൾക്ക് കൈമാറ്റം ചെയ്യാതെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് 1988 ആക്ട് പ്രകാരം നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻ ഇൻ ബ്രസീൽ എന്ന് പറയുന്നത്. അപ്പോൾ വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഏതൊക്കെ രാഷ്ട്രങ്ങളിലാണ് പറഞ്ഞത്? ഒന്ന് യൂറോപ്യൻ യൂണിയൻ പറഞ്ഞു, പിന്നെ ഒന്ന് ചൈന പറഞ്ഞു, സർബൈൻസ്-ഓക്സ്ലി ആക്ട് പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ ബ്രസീലിനെ പറ്റി പറഞ്ഞു, ചൈന പറഞ്ഞു, ഓസ്ട്രേലിയ പറഞ്ഞു, പിന്നെ ഏത് പറഞ്ഞു? ഓസ്ട്രേലിയ പറഞ്ഞു, USA, അമേരിക്ക പറഞ്ഞു, ഇംഗ്ലണ്ട് പറഞ്ഞു. അപ്പോൾ ഇത്രയും രാഷ്ട്രങ്ങളിൽ വന്നിട്ടുള്ള വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. വിസിൽ ബ്ലോവർ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. വിസിൽ ബ്ലോവർ എന്ന് പറഞ്ഞാൽ ഏതൊരു എംപ്ലോയിക്കും തങ്ങളുടെ മുകൾ അധികാരിയോട് ഇൻഫർമേഷൻ കൈമാറ്റം ചെയ്യാനുള്ള റിപ്പോർട്ട് നൽകാനുള്ള ഒരു അവകാശത്തിനാണ് വിസിൽ ബ്ലോയിങ് എന്ന് പറയുന്നത്. 2011 ലോകസഭ അംഗീകരിച്ചിട്ടുള്ള, ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിൽ ലോകസഭ അംഗീകരിച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ് വിസിൽ ബ്ലോയിങ് എന്ന് പറയുന്നത്. റിപ്പോർട്ട് പ്രൊവൈഡഡ് ബൈ ദ എംപ്ലോയീസ് ഓർ ഫോർമർ എംപ്ലോയീസ് എഗെയിൻസ്റ്റ് ദ മിസ്കണ്ടക്ട്, അൺഎത്തിക്കൽ പ്രാക്ടീസസ്, illegal or unscrupulous activities that are done by the employers during the ഓർഗനൈസേഷൻ്റെ പീരിയഡിൻ്റെ ഉള്ളിൽ, ഡ്യൂറിങ് ദ പീരിയഡ് ടൈം ഓഫ് ഓർഗനൈസേഷൻ പീരിയഡ് ടൈമിൻ്റെ ഉള്ളിൽ എംപ്ലോയറെ സംബന്ധിച്ചുള്ള മിസ്കണ്ടക്റ്റോ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്? വിസിൽ ബ്ലോയിങ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ വിസിൽ ബ്ലോയിങ് ലെജിസ്ലേഷൻസ് ഇൻ വേരിയസ് കൺട്രീസ് എന്നുള്ളൊരു ഭാഗമാണ് എന്ന ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത്. എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണാം. ഓക്കെ, താങ്ക് യു.